ഹോർമുസ് കടലിടുക്കിൽ സൈനിക നടപടിക്ക് തയ്യാറായി അമേരിക്കയുടെ വമ്പൻ പടയൊരുക്കം. ഇറാൻ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ വമ്പൻ നീക്കം. USS ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കുന്നത് ആയിരക്കണക്കിന് സൈനികരെ. ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹോർമുസ് കടലിടുക്കിൽ സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം എന്നാണ് സൂചന. ജപ്പാനിലെ ഒക്കിനാവയിൽ നിന്ന് യാത്ര തിരിച്ച കപ്പൽ ചൊവ്വാഴ്ച രാവിലെ സിംഗപ്പൂരിന് സമീപമുള്ള മലാക്ക കടലിടുക്കിൽ എത്തി എന്നാണ് മാരിടൈം ട്രാക്കിംഗ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഒക്കിനാവ ആസ്ഥാനമായ 31ാം മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റിൽ ഏകദേശം 2200 സൈനികരും ഈ കപ്പലിൽ ഉണ്ട്. അമേരിക്കയുടെ പ്രത്യേക ഉത്തരവിനെ തുടർന്നാണ് ഈ ദ്രുതകർമ്മ സേനയുടെ വിന്യാസം. 850 അടി നീളവും 45,000 ടൺ ഭാരവുമുള്ള USS ട്രിപ്പോളി ഒരു ചെറിയ വിമാനവാഹിനി കപ്പലിന് തുല്യമാണ്. F-35 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ, MV-22 ഓസ്പ്രേ ട്രാൻസ്പോർട്ടുകൾ, ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ എന്നിവ വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ ഏത് തരം മിന്നൽ ആക്രമണങ്ങൾക്കും സജ്ജമാണ്. ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹോർമുസ് കടലിടുക്കിൽ സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറെടുക്കുകയാണ്. നിലവിൽ ഏകദേശം 50,000 അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കടൽ മാർഗമുള്ള മിന്നലാക്രമണങ്ങൾ, ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയ പ്രത്യേക ദൗത്യങ്ങൾക്കായിട്ടാണ് സാധാരണയായി MEU യൂണിറ്റുകളെ ഉപയോഗിക്കാറുള്ളത്. സുരക്ഷാ കാരണങ്ങളാൽ സാധാരണയായി നാവിക കപ്പലുകൾ ഐഡന്റിഫിക്കേഷൻ സംവിധാനങ്ങൾ ഓഫ് ചെയ്താണ് സഞ്ചരിക്കാറുള്ളത്. എങ്കിലും മലാക്ക കടലിടുക്കിലെ കനത്ത കപ്പൽ ഗതാഗതം കണക്കിലെടുത്ത് നിലവിൽ ട്രാൻസ്പോണ്ടറുകൾ ഓൺ ചെയ്താണ് ട്രിപ്പോളിയുടെ യാത്ര. USS ന്യൂ ഓർലിയൻസ്, USS സാന്റിഗോ എന്നീ കപ്പലുകൾ കൂടി ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ ഭാഗമായാണ് ഈ നീക്കം നടക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനായി ജലപാതയ്ക്ക് സമീപമുള്ള ഇറാനിയൻ മിസൈൽ കേന്ദ്രങ്ങൾ US ആക്രമിച്ചതായും സൈന്യം അറിയിച്ചു. അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ബോംബുകൾ പ്രയോഗിച്ചാണ് ആക്രമിച്ചതെന്നും സൈന്യം പറയുന്നു. ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള ഇറാന്റെ തീരപ്രദേശത്തുള്ള ഇറാനിയൻ മിസൈൽ കേന്ദ്രങ്ങളിൽ 5000 പൗണ്ട് ഭാരമുള്ള ഒന്നിലധികം പെനട്രേറ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി US സെൻട്രൽ കമാൻഡ് വാദിക്കുന്നു. ഈ സ്ഥലങ്ങളിലെ ഇറാനിയൻ കപ്പൽവേധ ക്രൂയിസ് മിസൈലുകൾ കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പലോട്ടത്തിന് ഭീഷണി ഉയർത്തിയതിനാലാണ് ആക്രമണം നടത്തിയതെന്നും US അറിയിച്ചു. ആക്രമണത്തിൽ നിരവധി മിസൈലുകൾ നശിപ്പിച്ചതായും അറിയുന്നു. US-ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ലോകത്തിലെ എണ്ണയുടെ 1/5 കടത്തുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. കടലിടുക്ക് തുറക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, NATO അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായവും തേടി. എന്നാൽ മിക്ക രാജ്യങ്ങളും ഇത് നിരസിച്ചതിനെ തുടർന്നാണ് US-ന്റെ ആക്രമണം. ലോകം തന്റെ ശ്രമങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിലും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ യുദ്ധം നടത്തുന്നത് എന്നാണ് ട്രംപിന്റെ പക്ഷം. നാറ്റോയെ ഇത്രയധികം സഹായിച്ചിട്ടും US-ന് പിന്തുണ ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം രോഷം പ്രകടിപ്പിച്ചു. ഇറാൻ ആണവായുധം നേടുന്നത് തടയേണ്ടത് സഖ്യകക്ഷികളുടെ താൽപര്യമാണ്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാന ജലപാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ഇത് പേർഷ്യൻ ഉൾക്കടലിനെ ഒമാൻ ഉൾക്കടലുമായി തുടർന്ന് അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. എണ്ണ നീക്കത്തിന്റെയും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പേരിൽ പ്രസിദ്ധമാണെങ്കിലും ഈ കടലിടുക്കിന് വിചിത്രമായ അനേകം പ്രത്യേകതകളുണ്ട്. ഹോർമുസ് കടലിടുക്കിന് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് ഏകദേശം 33 കിലോമീറ്റർ മാത്രമാണ് ദൂരം. എന്നാൽ എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുന്ന കപ്പൽചാലുകൾക്ക് ഇതിലും വീതി കുറവാണ്. ഓരോ ദിശയിലേക്കും ഏകദേശം 3 കിലോമീറ്റർ മാത്രം. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. ലോകത്ത് ദിനംപ്രതി വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ ഏകദേശം 20% ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ് നീങ്ങുന്നത്. അതിനാൽ ഈ ജലപാത കുറഞ്ഞ നേരത്തേക്ക് അടഞ്ഞാൽ പോലും മണിക്കൂറുകൾക്കകം ആഗോള എണ്ണ വില കുതിച്ചുവരും. ഭൂമിയിലെ ഏറ്റവും തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ഹോർമുസ്. ഈ മേഖലയിലെ സംഘർഷങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് പോലും ആഗോള ഊർജ്ജ വിപണിയെ സ്വാധീനിക്കാൻ സാധിക്കും. റോഡുകൾക്ക് സമാനമായി കപ്പലുകൾക്കായി ഔദ്യോഗികമായി നിശ്ചയിച്ച ഗതാഗത പാതകൾ അഥവാ ട്രാഫിക് ലൈനുകൾ ഈ കടലിടുക്കിലുണ്ട്. പേർഷ്യൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തുപോകുന്നതുമായ കപ്പലുകൾ ഈ പാതകൾ പിന്തുടരണം. കൂട്ടിയിടികൾ ഒഴിവാക്കുന്നതിനായി ഇവയ്ക്കിടയിൽ ഒരു പ്രത്യേക മേഖലയും വേർതിരിച്ചിട്ടുണ്ട്. തന്ത്രപരമായി ഈ പ്രാധാന്യം കാരണം ഹോർമുസ് കടലിടുക്ക് ഒരേ സമയം ഒന്നിലധികം നാവികസേനകളുടെ നിരന്തര നിരീക്ഷണത്തിലാണ്. ബഹ്റൈൻ ആസ്ഥാനമായുള്ള US നേവിയുടെ 5ാം കപ്പൽ വ്യൂഹം ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിൽ സ്ഥിരമായി പട്രോളിംഗ് നടത്താറുണ്ട്. കടലിടുക്കിനകത്തും സമീപത്തുമുള്ള നിരവധി ദ്വീപുകൾക്ക് സുപ്രധാന സൈനിക പ്രാധാന്യമുണ്ട്. പേർഷ്യൻ ഉൾക്കടലിലെ ഏറ്റവും വലിയ ദ്വീപായ ഖ്വൈഷം ആണ് ഇതിൽ പ്രധാനം. 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് ഈ മേഖല ടാങ്കർ യുദ്ധത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇരുപക്ഷവും പേർഷ്യൻ ഉൾക്കടലിലൂടെ സഞ്ചരിച്ച എണ്ണക്കപ്പലുകളെ ആക്രമിച്ചത് ആഗോള കപ്പൽ ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ കാലഘട്ടങ്ങളിൽ ഒന്നാണ്. ഹോർമുസ് എണ്ണയ്ക്ക് മാത്രമല്ല പ്രകൃതിവാതകത്തിനും പ്രധാന പാതയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ഖത്തറിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ വലിയ ശേഖരവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. അത്യാധുനിക യുദ്ധക്കപ്പലുകളും ഭീമൻ എണ്ണ ടാങ്കറുകളും സാധാരണക്കാരായ മീൻപിടുത്തക്കാരുടെ ചെറിയ ബോട്ടുകളും ഒരേ ഇടുങ്ങിയ ജലപാത പങ്കിടുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു വിചിത്രമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമാനസ്.